ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് വിളവെടുപ്പാട്ടോ. വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ്. ഏതെന്നറിയാം? വിളവെടുക്കുന്നത് കപ്പ ഞാൻ ഈ സിമൻറ്റ് ചാക്കിലാണ് ഞാൻ നടൽ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിലത്ത് നട്ട് കഴിഞ്ഞാൽ മൊത്തം പിരിച്ചായി കൊണ്ടുപോക്കാം. എൻ്റെ സാധാരണ എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റിയത് ഞാൻ കുറച്ച് നട്ടിട്ടുണ്ട് നിലത്ത്. ആ നിലത്ത് ഞാൻ എപ്പോഴും പരിശോധനയാണ്. ഒന്നും കണ്ടില്ല, പിരിച്ചായി ഒന്നും ഇതുവരെ കണ്ടില്ല. അതാണ് ഞാൻ വിളവെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം എല്ലാവരും എന്നോട് പറയുന്നുണ്ടെന്ന് കാണിക്കണേന്ന് ഇതിൻ്റെ മുമ്പേ പറയലുണ്ടായിരുന്നു. അപ്പം വരി നമുക്ക് കപ്പ വിളവെടുക്കാലോ. കപ്പ ഞാനങ്ങനെ നിലത്ത് നടലില്ല, പക്ഷെ കൊതിയായിട്ട് നട്ടതായിരുന്നു. ചാക്കിലാ നടൽ. ഇതാ കണ്ടോ, പൊട്ടിക്കീറിയൊക്കെ ചെയ്തീണ്. പൊട്ടിക്കീറിയ അടയാളം മനസ്സിലാക്കേണ്ടി നല്ലോണം കേങ്ങുണ്ട് എന്നല്ലേ നമുക്ക് നോക്കാം. മറ്റ് തക്കാളി പച്ചമുളകൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടായേ കാണൂ. ഇത് കാണൂല, ഇത് കൊത്തി എടുത്താലേ മനസ്സിലാവുള്ളൂ. എന്താ ഇതിൻ്റെ കമ്പിന് ഒരുവിധം മണ്ണുണ്ട്, ഒരു പ്രത്യേക സൈസാണ്. കുറച്ച് മാസം മുമ്പേ ഇത് പൂട്ടും ചെയ്തിന് കായ്ച്ചും ചെയ്തിന്. ഇനി പെരിച്ചായി ഉണ്ടോ ഒന്നും അറിയില്ല. ഇങ്ങനെ തന്നെ നിന്ന സ്ഥലത്ത് പെരിച്ചായി ഉള്ളിലൂടെ, പെരിച്ചായി ആണോ ഇല്ലയാണോ അറിയില്ല, തിന്ന് തീർത്ത് ഞാൻ കൊത്തി ലാസ്റ്റാണ് കണ്ടുപിടിച്ച്. ഒന്നും കിട്ടിയില്ല. ഇതിൻ്റെ സ്ഥിതി എന്താ അല്ലാതെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ കമ്പങ്ങ് വെട്ടിപ്പോക്കട്ടെ. കണ്ടിട്ട് അങ്ങനെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ. ഒരു വലിപ്പം, എത്ര വലിപ്പം ഉണ്ടാവും കപ്പ? അത് അത്ര ഒന്നും ഇല്ല. നോക്കട്ടെ, പൂതിയായിട്ടാ. ഇന്നൊരു ഞായറാഴ്ച കപ്പ തിന്നട്ടെ എന്ന് വിചാരിച്ചിട്ടാ. നമ്മൾ തന്നെ നട്ടത് ഉണ്ടാക്കുമ്പോൾ ഒരു രസം കൂടും, ടേസ്റ്റ് കൂടും. ഇതാദ്യം തന്നെ കമ്പൊക്കെ ഇതൊക്കെ നമുക്ക് വളാക്കി മാറ്റാം കേട്ടോ. ഇതെല്ലാം ഇതിടുമ്പോൾ ശ്രദ്ധിക്കണം, തോലങ്ങ് പോക്കണം. അതിൽ എത്ര പെട്ടെന്ന് മുളക്കും അറിയോ. പിന്നെ അത് മാറ്റാനേ സമയം കിട്ടും. എന്താ കണ്ണോക്ക്, ഇതാ കണ്ടില്ലേ, എല്ലാം പൊട്ടിക്കേറി അങ്ങ് പോയിന്ന്. നോക്കട്ടെ, വലിച്ചു പൊട്ടാണ്ട് കിട്ടണം. ഞാൻ കൈക്കോട്ട് എടുക്കട്ടെ. കത്തിനി ഇവിടെ വെക്കാം. തൽക്കാലം കത്തിക്ക് റെസ്റ്റാ. നോക്കട്ടെ കേട്ടോ. കിട്ടുന്നുണ്ട്, ഒറ്റ പുല്ലും ഇല്ല. ആദ്യം കുറച്ചിങ്ങനെ ആക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചാലേ കിട്ടൂ. ഇല്ല, ഇതുവരെ ഹോൾസ് ഒന്നും കാണുന്നില്ല, എലിയൊന്നും വന്നില്ല. പേടിച്ചോണ്ട. കപ്പ കാണുന്നുണ്ട്. നീ നോക്ക, കാണുന്നുണ്ട്, തിന്നില്ല. വലിപ്പമുണ്ടോ അല്ലേ എന്നല്ല കഴിയില്ല. കപ്പ ചുറ്റുമുണ്ട്. നമുക്ക് എന്തെങ്കിലും നടുമ്പോൾ അതിൻ്റെ കായോട് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം. എൻ്റെ അമ്മ, ഞാനേ ഇനി വെള്ളം ഒഴിച്ചാട്ടെ. വെള്ളം ഒഴിച്ചാൽ നമുക്ക് കപ്പ പൊട്ടിക്കാണ്ട കിട്ടും. നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം ഉണ്ടായത്. ഇതിൻ്റെ എന്താ കണ്ടോ, എന്താ ചുറ്റും ഉണ്ടായിന്. നനക്കട്ടെ, നമുക്ക് ഊരിയെടുക്കാലോ. കുറച്ചങ്ങോട്ട് നനച്ചാൽ ഇതിൻ്റെ മുമ്പ് ഞാൻ പൂവിട്ട് കാണിച്ചിട്ട് ഞാൻ ചോദിച്ചിരുന്നു വിളവെടുക്കാനായോ, എന്താ സംശയം ചോദിച്ചിരുന്നു. അപ്പം പറഞ്ഞു 2-3 കമൻറ്റ് കണ്ടു വിളവെടുക്കുന്നത് കാണിക്കണേ എന്നുള്ളത്. അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാട്ടോ, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇതൊരു പ്രചോദനം. നമ്മൾ നട്ടാലും കിഴങ്ങൊക്കെ ഉണ്ടാവും എന്നുള്ളതിന്. പക്ഷെ ഇതിനത്ര വലുപ്പമില്ല, അതാണിപ്പോൾ എൻ്റെ സംശയം. എന്താ സംഭവം, വലിയ വണ്ണൊന്നുമില്ല. എന്താ ഞാനൊന്ന് വലിച്ചു നോക്കട്ടെ കേട്ടോ. ഇവിടെ നിന്നോട്ടെ, പൈപ്പും വെള്ളവും ഇവിടെ നിന്നോട്ടെ. ഞാനൊന്ന് വലിച്ചു നോക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓ, അനങ്ങൂല.
അനങ്ങുന്നില്ല. മാഷാ അല്ലാഹ് നനച്ച് ഒന്ന് പൊതിർന്നിട്ടുണ്ട്. മെല്ലെ വലിച്ചു നോക്കട്ടെ കേട്ടോ. എല്ലാവരും പറയും ഊര പൊട്ടിക്കല്ലേ. ഊര പൊട്ടിയാൽ പണി കഴിഞ്ഞു. ഇനി കപ്പയും വേണ്ട, ഒന്നും വേണ്ട. മാഷാ അല്ലാഹ് നോക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാ അൽഹംദുലില്ലാഹ് ഇത്ര കിട്ടീരേ. ഇതാ ഒന്നും തിന്ന് തീർത്തിയില്ല. ആ ഒരു സമാധാനം. നട്ടത് മുഴുവൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് സമയം എടുക്കുമോ എന്താ ഒന്നും അറിയില്ല. ഒന്ന് വെട്ടിയെടുക്കട്ടെ കേട്ടോ. എന്താ 1 2 കിട്ടുന്നുണ്ട്. ഇതില്ലാണ്ട് തന്നെ കിട്ടുന്നുണ്ട്. 3 4 5 6 7 8 9 10 തികഞ്ഞില്ല. എന്താ ഇത്രയും കിട്ടി കാണിച്ചു തരാം. എന്താ ഇത്രയും കിട്ടിയില്ലേ നമ്മൾ അധ്വാനിച്ചിട്ട്? അല്ല പൊട്ടിയില്ല, ഒന്നും പൊട്ടിയില്ല. ഒക്കെ കയ്യോട് കിട്ടീനിതാ. എത്ര ഉണ്ടാവുന്നൊന്നും അറിയില്ല. നിങ്ങളൊന്ന് പറയണേ ഇത് എത്ര ഉണ്ടാവും എന്നുള്ളത്. ആ കൊമ്പ് കണ്ടവ എനിക്ക് തോന്നിയിന് കൂടുതൽ വലിപ്പത്തിലൊന്നും പോയിട്ടില്ല എന്നുള്ളത്. അല്ലോ ഇതാ എന്താ ഇതാ ഇത്രയും കിട്ടി. കുഴപ്പമില്ല, നമുക്ക് 2-3 നേരത്തിന് തന്നെ ഉണ്ട്. കുറച്ച് ആൾക്കാരുള്ളവർക്ക് നല്ല സൂപ്പർ ടേസ്റ്റുള്ള കപ്പയാത്. അടിപൊളി. ഞാനിവിടെ തന്നെ ഒരു കപ്പ നടാൻ പോകുക. അതും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നേതായാലും അവധി ദിവസമായതുകൊണ്ട് ചേമ്പും പറിച്ചെടുത്തു, കപ്പയും. ഞാൻ എങ്ങനെയാണ് നട്ടെന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്താ ചേമ്പും കപ്പയായിട്ട് ഭയങ്കര വെയിറ്റാ. തണലത്തിന്നോട്ടെ, വേഗം കറക്കും. ഇവിടെ തന്നെ ഞാൻ കപ്പ നടുന്നത്. കാരണം ഇവിടെ നനച്ച് കുതിർത്ത് വെച്ചിണല്ലോ. അതുകൊണ്ട് മണ്ണൊക്കെ മാറ്റും. മണ്ണ് മാറ്റിയിട്ട് നമുക്ക് പൊട്ടി മിക്സ് മാറ്റിയിടാലോ. എന്താ അങ്ങനെ കൊത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു കപ്പ ഇട്ടിയോ. നേരത്തെ എത്ര കരിയില ചാക്ക് കുത്തി നിറച്ചിട്ടിരുന്നു ഞാനിതിൽ. ഇപ്പോൾ ഒന്നും കാണുന്നില്ല, എല്ലാം മണ്ണായി പോയിട്ടോ. പ്ലാസ്റ്റിക്കും. ഞാൻ നല്ലോണം ഒന്ന് കുഴിച്ചെടുക്കട്ടെ, എന്തൊരു കാണിക്കുക, അല്ലെങ്കിൽ വീഡിയോ നീണ്ടുപോകും. അങ്ങനെ ലാസ്റ്റ് എന്താ ഇത്രയും കൊയ്യാൻ കുഴിച്ചു. ഇത്രയും ഒക്കെ കുഴിച്ചു. ഇനി ഞാൻ ചപ്പിടട്ടെ കേട്ടോ. കൂത്തി അങ്ങ് നിറക്കുക ചപ്പ്. ഇതൊക്കെ അതിലിടാം, ഇതെല്ലാം ഇടാം. ഇവിടുന്ന് അയൽപ്പക്കത്തുള്ളതൊക്കെ നന്നാക്കി ഇങ്ങ് എടുത്താലേ ഇതിലൂടെ നടക്കാനും സുഖമാണ്, വൃത്തിയാവും. നമുക്കാണെങ്കിൽ നല്ല വളം കിട്ടും. എന്താ ഇതെല്ലാം ഇങ്ങോട്ടേക്ക്. കുറേ പച്ചില വിളമ്പിടുന്ന അങ്ങ് വേലിമെന്നൊക്കെ വെട്ടിയെടുത്തതാ. അങ്ങ് കൂത്തി അങ്ങ് നിറച്ചാൽ ഇതിലൊക്കെ ധാരാളം മൂലകങ്ങളുള്ളതാ. നമുക്ക് ചാണകത്തിൻ്റെ ഫലം ചെയ്യും. കപ്പയ്ക്ക് പിന്നെ ചാണകം വേണ്ട, വെണ്ണീരാ. ചാണകം കഴിക്കും പോലും. പിന്നെ പശുവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതുമേലേക്ക് മെനക്കെടലില്ല. കൊത്തുമ്പോൾ കത്തുക്കും. നല്ലോണം അങ്ങോട്ട് ഇട്ട് കൊടുക്കും.
ഒരു തണുപ്പുമാണ്. നമ്മൾ നനക്കണം കേട്ടോ, ഇടയ്ക്കൊന്ന് നനക്കണത്. വേനല കോട്ടവേ വേലിമന്നൊക്കെ അങ്ങ് വെട്ടിയെടുത്തുക. ചെമ്പരത്തി നല്ലൊരു വള. ഇനി ഇത് അമർത്തട്ടെ, നല്ലോണം അങ്ങ് അമർത്തട്ടെ കേട്ടോ, കുത്തി അമർത്തട്ടെ. ഞാൻ കയറിയെന്നാൽ തന്നെ മതി, നല്ല വെയിറ്റാ. എന്താ കുറച്ച് മണ്ണിടട്ടെ, ഒന്ന് അമർന്നോളൂ. ഇങ്ങനെ അങ്ങ് നട്ടാലുണ്ടല്ലോ ഇത്ര കപ്പുണ്ടാവും. നല്ല കമ്പ് നല്ല വണ്ണം വേണം. ഞാൻ നട്ട അത്ര വണ്ണല്ലേനു. ഇനി കുറച്ച് കരിയിലിടട്ടെ. തോട്ടടിച്ച് വരാൻ പറ്റിയ ചൂല ഇത്, നല്ല ഉറപ്പുള്ളതും. ഇതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, എങ്ങനെ ഇത് ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത്. നല്ല ഉണങ്ങിയ ഇറുക്കിളിയാകുമ്പോൾ നല്ല ഉറപ്പുണ്ടാവും. തോട്ടം അടിച്ച് തരാൻ പറ്റ ഇങ്ങനെ അങ്ങിട്ടാൽ പരിസരവും വൃത്തിയാവും. പെരിച്ചായി എലി ഒന്നും വരൂല. നമുക്കാണ് ഇങ്ങനെ നടക്കാൻ നല്ല വളം കിട്ടും. അങ്ങനെയൊക്കെ ഗുണമുണ്ട് ഈ ചൂല്. ഫസ്റ്റാ ഞാൻ വാഴ ഉണങ്ങിയ തണ്ട വാഴയില ഉണങ്ങിയത് എല്ലാം കൊണ്ടുപോയിട്ട് ഉണങ്ങിയും പച്ച നല്ല തണുപ്പാ. ഇതിങ്ങനെ രീതിയിൽ അങ്ങ് നട്ടാലുണ്ടല്ലോ കപ്പയ്ക്ക് AC കിടക്കും പോലെ കിടക്കുക. നല്ല തണുപ്പാ, മഴ ഇല്ലെങ്കിലും. ഇനി ഞാൻ മണ്ണിടട്ടെ കേട്ടോ. മണ്ണിടാൻ നല്ല സുഖ. കൊത്തി വെച്ച തന്നെ ഉണ്ട്. എന്താ ആ മണ്ണ് തന്നെ കുറച്ചുള്ള ഞാൻ അങ്ങോട്ട് ഇടുക. ഞാൻ ഫുള്ള് ഇട്ടിട്ട് കാണിച്ചു തരാം, അല്ലെ താമസമായിപ്പോ. കയ്യാനായി. ഈ കൃഷി എടുക്കുക എന്നുള്ളത് നല്ലൊരു ഇബാദത്താ. മാഷാ അല്ലാഹ്, ഇന്ന് 2 സ്ഥലത്ത് നട്ടു. നമുക്ക് ഇബാദത്ത് എടുക്കുന്നതിൽ ഇത് പ്രായം നോക്കാണ്ട് നമ്മൾ ഇങ്ങനെ കൃഷി എടുത്താൽ നമ്മളെ ആരോഗ്യത്തിനും നല്ലതാണ്, നല്ലൊരു ഇബാദത്തുമാണ്. നിങ്ങളിത് ഇത്രയും അനം കണ്ട് പേടിക്കണ്ട കേട്ടോ. അതൊക്കെ ഒന്ന് അമരും. ഇതിൽ നിറച്ച് കരിയിലയും പച്ചയിലിയാ അമരും. ഇവിടെയും കൂടി ഒരു കൂർപ്പ് വരുത്തിയാടെ നടുമ്പോൾ. നിങ്ങളൊക്കെ എങ്ങനെ നടുന്നെന്നുള്ളതൊക്കെ ഒന്ന് പറയണേ. ഇപ്പം നടയിലുണ്ടോ? ഞാൻ കപ്പ എല്ലാം കൂടി ഒരു സമയത്ത് നടൂല. നമുക്ക് ആവശ്യം വരുമ്പോൾ അങ്ങനെ വിളവെടുക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്കേ നടാവൂ. മൊത്തത്തിൽ നട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം നമുക്ക് വിൽപ്പനക്കല്ലല്ലോ, നമ്മളെ താല്പര്യത്തിന് ഇഷ്ടത്തിനാണല്ലോ. ഒന്നിങ്ങനെ അങ്ങോട്ടാക്കട്ടെ. ഇതിന്ന് വിളവെടുത്ത കൊമ്പ് തന്നെ സ്പോട്ടിൽ തന്നെ നടുക. ഇതാ എൻ്റെ കമ്പ്. ഇത്ര വലിപ്പേ വേണ്ടു. ഇത്ര നടുമ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഒരു കുനിപ്പ് ഇങ്ങനെ ഒരു സാധനം കാണാം, അത് മേലോട്ടായിരിക്കണം കേട്ടോ. അത് ഇങ്ങനെ ആയാൽ ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ ഞാനിത് വിളവെടുത്ത് നിങ്ങൾ കണ്ടീരയിൽ കപ്പ കുറച്ച് കുറവാണ്. കാരണം എന്താ അറിയോ, നേരിയ കമ്പേ കിട്ടിയ അന്നേരം. ഇത് കുറച്ച് വണ്ണുള്ളത്. ഇനി ഇൻഷാ അല്ലാ സൂപ്പറായിട്ടുണ്ടാവും. കണ്ടോ, മാറിപ്പോണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല അടിപൊളി കപ്പ ഉണ്ടാവട്ടെ. എനിക്കും എൻ്റെ കൃഷി കണ്ട് കൃഷി എടുക്കുന്ന എല്ലാവർക്കും. എത്രയോ ആൾ കൃഷിയിലോട്ട് ഇറങ്ങിയിട്ട് എന്നോട് ഇന്ന് എനിക്ക് മെസ്സേജ് വന്നിണ്. നവംബറിലാണ് പോലും എൻ്റെ ചാനൽ കാണാൻ തുടങ്ങിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ റെസ്റ്റിലാണ് കൃഷി എടുക്കുക. ലഹരിയായി മാറിയിട്ടുണ്ട്. എന്നെ പോലെ ലഹരി കുറേ ആൾക്കാർക്കായിപ്പോയിട്ടോ. നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കുറച്ച് മണ്ണിടണം. ഈ കപ്പക്കൊമ്പ് ഉണങ്ങാണ്ടിരിക്കാനും ഒക്കെ ഇതിന് നല്ലതാണ്. സൂപ്പറായിട്ട് ഒരു കപ്പ നട്ടു. ഇനി നമുക്ക് നട്ട് കഴിഞ്ഞ് പോയി കിടന്നുറങ്ങിയാൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ വന്നിട്ട് നനച്ച് കൊടുക്കണം. ചുറ്റമൊക്കെ നന്നായി അവിടെ ഒക്കെ നടിച്ചാരി നന്നാക്കിയതാ. പെരിച്ചായും എലിയും വന്ന് തിരിച്ചു പോയിക്കോളും കാട് കാണിയിട്ട്. അവർക്ക് കാട് ഭയങ്കര ഇഷ്ടമാണ്.
ഉഷാറായില്ലേ? ഇങ്ങനെയാ ഞാൻ കപ്പ നടല്. ഇനി ഞാൻ സ്പോട്ടിൽ തന്നെ നനച്ച് കാണിച്ചു തരാം കേട്ടോ. നനച്ച് നമുക്ക് പോയാൽ പിന്നെ 3-4 ദിവസത്തിന് പിന്നെ നമ്മൾ വരിക തന്നെ വേണ്ട കപ്പൻ്റെ അടുത്തേക്ക്. കപ്പക്ക് അങ്ങനെ ദിവസമൊന്നും നനക്കണ്ട. ഒരു നനവ് ചെറിയ രീതിയിൽ കിട്ടാൻ പുതിയതല്ലേ. പിന്നെ ഞാനിപ്പോൾ ഇത് ഇന്ന് നട്ട്, ഇതൊക്കെ എൻ്റെ ഓരോ മാസം വ്യത്യാസത്തിൽ നട്ടതാ. ഇതെല്ലാം ഇതാ അവിടെയൊക്കെ ഇതാ കണ്ടോ, ഞാൻ വൃത്തിയാക്കി കൊണ്ടു നടക്കല. കാരണം ഇത് വിളവെടുത്ത് 2 ആഴ്ച കഴിഞ്ഞാൽ ഇത് വിളവെടുക്കുക, അങ്ങനെ. പിന്നെ ഞാൻ വേറൊന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ 1 മാസം മുമ്പ് നട്ടതാ. ഇത് ഇടയ്ക്കൊന്ന് നനക്കൂ. ഇത് മാസം മുമ്പ് നട്ട. ഇത് കുറച്ച് മുമ്പ് നട്ടത്. അത് ആളായി വരുന്നേ ഉള്ളൂ. നമ്മൾ നനച്ചു കൊടുക്കണം. അപ്പം നട്ട അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നനച്ചു കൊടുക്കണം. അവിടെ കണ്ടോ, അവിടെ ഒക്കെ അതാ കപ്പയാ. ഓരോ സമയത്ത് നട്ടതാ. ഇതൊരു സമയത്ത് നട്ടത് ആളായി വരുന്നുണ്ട്. ഞാൻ കാണിച്ചതാ. അതൊക്കെ ഇതെൻ്റെ നിത്യവഴുതന നിറച്ച് കായ്ക്കുന്നുണ്ട്. അതും കൂടി വിളവെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, കപ്പ വിളവെടുത്ത് കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ധാരാളം. നമുക്ക് ആരോഗ്യം കിട്ടിയല്ലോ. ആരോഗ്യം കിട്ടി, കപ്പ കിട്ടി, നല്ല ഫ്രഷ് കപ്പ, കേട് വരാത്ത. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.